ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ഡ്രൈവ് എന്നാണ്. അതായത് വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചുള്ള വെർബ് എന്താണ്? ഡ്രൈവ്. അപ്പൊ ഡ്രൈവിന്റെ എല്ലാ ഫോമുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഡ്രൈവിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഡ്രൈവ് തന്നെയാണ്. അതിന്റെ സിംഗുലർ സബ്ജക്റ്റിൽ നമ്മൾ ഡ്രൈവ്സ് എന്ന് യൂസ് ചെയ്യുന്നു. ഡ്രൈവ്, ഡ്രൈവ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓടിക്കുക അല്ലെങ്കിൽ ഓടിക്കാറുണ്ട് എന്നാണ്. ഓക്കെ, ഇനി അതിന്റെ V2യിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈവിന്റെ V2 എന്താണ്? ഡ്രോവ് എന്നാണ് കേട്ടോ. ഡ്രോവ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റില് ഓടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ കാർ ഓടിച്ചു, ഐ ഡ്രോവ് എ കാർ. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ മൂന്നാമത്തെ ഫോമിലോട്ട് വരികയാണെങ്കിൽ ഏതിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്? ഹാവ്, ഹാസ്, ഹാഡ് അല്ലേ. അപ്പം ഹാവ് ഡ്രിവൺ, എന്താണ്? ഡ്രിവൺ എന്നാണ്, ഡ്രോവ് അല്ല കേട്ടോ. ഹാവ് ഡ്രിവൺ, ഹാസ് ഡ്രിവൺ, അതുപോലെ ഹാഡ് ഡ്രിവൺ എന്നും പറയൂ കേട്ടോ. അത് നമ്മൾ പറയാറില്ലല്ലോ. ഹാഡ് ഡ്രിവൺ, ഹാഡിന്റെ കൂടെയും നമ്മൾ ഡ്രിവൺ എന്ന് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഓടിച്ചിട്ടുണ്ട്, ഞാൻ കാർ ഓടിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഡ്രിവൺ, ഞാൻ കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഡ്രിവൺ, അവൾ കാർ ഓടിച്ചു. ഷി ഹാസ് ഡ്രിവൺ. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ ING ഫോമിലോട്ട് വരികയാണെങ്കിൽ ഈസ് ഡ്രൈവിംഗ്, ആം ഡ്രൈവിംഗ്, ആർ ഡ്രൈവിംഗ് അല്ലെ. ഓടിക്കുകയാണ്, ഓടിക്കുകയാണ് അല്ലെ. ഞാൻ കാർ ഓടിക്കുകയാണ്. ഐ എം ഡ്രൈവിംഗ്, അവൾ കാർ ഓടിക്കുകയാണ്. ഷി ഈസ് ഡ്രൈവിംഗ്, അവർ കാർ ഓടിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ കാർ ഓടിക്കുകയാണ്. അപ്പോൾ വി ആർ ഡ്രൈവിംഗ്, ദേ ആർ ഡ്രൈവിംഗ് എന്നൊക്കെ പറയാം. ഇനി അതിന്റെ പാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ, അതായത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് വരികയാണെങ്കിൽ വാസ് ഡ്രൈവിംഗ്, വർ ഡ്രൈവിംഗ്, ഓടിക്കുകയായിരുന്നു, ഞങ്ങൾ കാർ ഓടിക്കുകയായിരുന്നു. വി വർ ഡ്രൈവിംഗ്, ഞാൻ കാർ ഓടിക്കുകയായിരുന്നു. ഐ വാസ് ഡ്രൈവിംഗ് എ കാർ, വി വർ ഡ്രൈവിംഗ് എ കാർ എന്നൊക്കെ പറയാട്ടോ. അപ്പൊ ഇതാണ് ഡ്രൈവ് എന്ന് പറയുന്ന വെർബിന്റെ എല്ലാ ഫോമും. കണ്ടിട്ട് ഇതുപോലെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസുകളോടൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ റിഷ്യൂസ് പാലസി എന്ന നമ്മുടെ ചാനലും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു.